ഡിപ്രഷന്റെ മരുന്നായിട്ട് WHO പറയുന്നത് സുഹൃത്ത് ബന്ധങ്ങളാണ്. നല്ല ബന്ധങ്ങൾ ഉണ്ടാവുക, പകുതി പ്രശ്നങ്ങളും തീരുമെന്നുള്ളത്. പക്ഷെ അതിൻ്റെ അകത്തൊരു പ്രശ്നമുണ്ട്. പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്, അച്ഛാ ഞാൻ എത്രയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും തിരിച്ച് ഇങ്ങോട്ട് അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ കൊടുക്കുന്ന ആ ഒരു എഫേർട്ട്, നമ്മൾ കൊടുക്കുന്ന ആത്മാർത്ഥത തിരിച്ച് അത്രയും സ്നേഹം ഇങ്ങോട്ട് കിട്ടിയില്ലെങ്കിൽ നമുക്കൊക്കെ വിഷമാവും അല്ലെ? എത്ര വലിയ ആത്മാർത്ഥതയുള്ള ബന്ധമായാലും, വർഷങ്ങൾ നീണ്ടതാണെങ്കിലും, ഒരുപക്ഷെ വീട്ടിലുള്ളവരാണെങ്കിലും, കുടുംബക്കാർ, കൂടപ്പുറപ്പാണെങ്കിൽ പോലും ചതിക്കപ്പെടാം. ചിലപ്പോൾ നമ്മളെ പറ്റിച്ചിട്ട് പോയെന്നിരിക്കും. ഒരു ഇന്റർവ്യൂവിൽ ജോജു പറഞ്ഞ ഡയലോഗ് ഉണ്ട്, എനിക്കവരെ ഇഷ്ടമാണ്, അവർക്ക് തിരിച്ചിങ്ങോട്ട് അവർ ഇഷ്ടപ്പെടുകയോ ഇല്ലയോ എന്നുള്ളത് അല്ല എൻ്റെ വിഷയമല്ല അത്, പക്ഷെ എനിക്ക് അവരെ ഇഷ്ടമാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഒരു കാര്യം പറയുന്നുണ്ട്, നീ ഒരു വിരുന്ന് നടത്തുമ്പോൾ അതിൽ നീ വികലാംഗര്, മുടന്തര്, അന്ധരായിട്ടുള്ളവരൊക്കെ വിളിക്കണം. കാരണം അവർക്ക് തിരികെ കൊടുക്കാനായിട്ടൊന്നുമില്ല. അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എന്നുള്ളത്. തിരിച്ച് എന്ത് കിട്ടും എന്നുള്ളതല്ല, നിനക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? തിരികെ കിട്ടില്ല എന്നറിഞ്ഞിട്ടും കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ചതിക്കുമെന്ന് അറിഞ്ഞിട്ടും അവൻ സ്നേഹിച്ചില്ലേ? നമ്മളൊരു 10 രൂപ ഒരാൾക്ക് സഹായം കൊടുത്താൽ പോലും അവരൊന്ന് ചിരിച്ചു കാണിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈശോ പറയാണ്, നിങ്ങൾക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രതിഫലം ഈ ലോകത്തിലല്ല, സ്വർഗത്തിലായിരിക്കണം. കാര്യം എന്തു ആയിക്കൊള്ളട്ടെ, സഹായങ്ങൾ ചെയ്തോളൂ, സ്നേഹിച്ചോളൂ, എല്ലാവരെയും ചേർത്ത് പിടിച്ചോളൂ. പക്ഷെ ഒറ്റ കാര്യം മാത്രം, തിരികെ ഒന്നും പ്രതീക്ഷിക്കരുത്. തിരിച്ചു കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ചതിക്കുമെന്ന് തന്നെ കരുതണം, കിട്ടില്ല എന്ന് തന്നെ കരുതണം. അപ്പോഴാണ് അതിന് വാല്യൂ ഉണ്ടാകുന്നത്. അപ്പോഴാണ് നിനക്ക് പ്രതിഫലം സ്വർഗത്തിലുണ്ടാവുക.